മഴ തോരും മുമ്പേയുടെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന രംഗമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അലീനയുടെ പനിയെല്ലാം മാറി ഇനി താൻ ജോലിയെല്ലാം ചെയ്തോളാം എന്ന മട്ടില് അലക്കാനുള്ള തുണിയെല്ലാം എടുത്തുകൊണ്ട് അലീന പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ്. എന്നാ അതിന് തടസ്സം പറയുന്നുണ്ട് ആദ്യം കൃഷ്ണമോള്. എനിക്കിപ്പോ പനിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോളെ വശത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അലീന. എന്നാ കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ ബബിതേച്ചി പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ചേച്ചി ഒന്നും ചെയ്യണ്ട എന്ന് പറയാണ്. ബബിതയാണെങ്കിൽ പനിയൊക്കെ മാറി എന്നുള്ളത് സത്യം തന്നെയാണ്, എന്നാ അടുക്കളയിൽ കയറി ജോലിയൊന്നും ചെയ്യാനുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞത് കേട്ടാ മതി, നേരെ അകത്ത് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ ബബിത അലീനയുടെ അടുത്ത് സംസാരിക്കുന്നത്. ബബിത പറയുന്ന കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ചെറിയൊരു കുറുമ്പോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടോ മുഖഭാവമൊക്കെ പിടിക്കുന്നതൊക്കെ. അതിനിടയ്ക്ക് കൃഷ്ണമോളടുത്ത് രോഹിത്തിന്റെ അടുത്ത് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വരാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. അത്യാവശ്യമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അത്യാവശ്യം തന്നെയാണ്, അങ്ങനെയാണെങ്കിൽ ചേച്ചി ഞാൻ ഇപ്പൊ തന്നെ പോയി പറഞ്ഞോളാം എന്നുള്ള കാര്യം പറയാണ്. അതേസമയം അലീന മുറിയിലേക്ക് കയറാതെ അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് ദേഷ്യഭാവത്തില് അലീനയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബബിത. താൻ പൊക്കോളാം എന്നുള്ള മട്ടില് അലീന വേഗം മുറിയിൽ കയറിയിട്ട് വാതിലടയ്ക്കുന്നുണ്ട്. അലീന ആ കാണിക്കുന്നതെല്ലാം കാണുന്ന സമയത്ത് ബബിതയ്ക്കും പുറത്തു നിന്ന് ഇങ്ങനെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷെ അലീന കാണേ ബബിത ചിരിക്കുന്നൊന്നുമില്ല. അലീന ഉള്ളിലേക്ക് പോയി എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുമ്പോൾ ഭയങ്കര താൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള മട്ടില് ആ ഒരു സന്തോഷത്തിലൊരു ചിരിയൊക്കെ നമ്മുടെ ബബിതയ്ക്ക് ഉണ്ട്. അതിനുശേഷം ബബിത അലീനയുടെ ഡ്രസ്സുകളെല്ലാം അലക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. തുടർന്ന് നമ്മുടെ അലീന മുറിയിൽ നിന്നുകൊണ്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ രോഹിത് അങ്ങോട്ടേക്ക് വരുന്നത്. കണ്ട ഉടനെ തന്നെ രോഹിത് അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, പനി മാറിയപ്പോഴേക്കും ചേച്ചി ജോലി ചെയ്യാനൊക്കെ തുടങ്ങിയോ എന്നുള്ള കാര്യം. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുകയാണ്, ബബിത കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും, അവള് വരുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് വേഗം തന്നെ താൻ ഇതെല്ലാം ചെയ്തതെന്നുള്ള കാര്യമാണ് ബബിത രോഹിത്തിന് മറുപടി കൊടുക്കുന്നത്. അതിനുശേഷം ചേച്ചി എന്തിനാണ് എന്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ, മോൻ വന്ന് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനടുത്ത് ബെഡിൽ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അരികെ ചെന്നിരുന്നു കൊണ്ട് താൻ വിളിച്ചത് വേറൊന്നിനുമല്ല കോളേജിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രോഹിത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത മട്ടും അതുപോലൊരു വിഷമഭാവം ഒക്കെയാണ് കേട്ടോ മുഖത്ത് പ്രകടമാകുന്നത്. അച്ഛൻ ഓൾറെഡി അവിടെ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ ഒരു രീതിയിലും പ്രിൻസിപ്പൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞത്. കമ്മിറ്റിയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ള മട്ടിലൊക്കെ ആയിരുന്നു അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതും മാനേജ്മെന്റ് അച്ഛനൊക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ അലീന പോയിട്ട് സംസാരിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അന്ന് ബാലചന്ദ്രൻ രോഹിത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മുടെ അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ച് തന്നെയാണ് രോഹിയുടെ അടുത്തും പറയുന്നത് കേട്ടോ. മാനേജ്മെന്റില് താൻ പോയിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കാം, അതിന് രോഹിയോടും കൂടെ വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. താനിനി അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അപമാനപ്പെടേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് രോഹിക്ക് ഭയങ്കര മടിയുണ്ട്. എന്നാൽ അലീനയാണെന്നുണ്ടെങ്കിൽ രോഹിത്തിന്റെ അടുത്ത് നീ പോകുന്ന സമയത്ത് താനും കൂടെ വരാ എന്ന് പറയാണ് കേട്ടോ. രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ല, കോടതിയാണെന്നുണ്ടെങ്കിൽ രോഹിതിനെ വെറുതെ വിടുകയും ചെയ്തു. പിന്നെ കോളേജിലുള്ളവർക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അലീനയുടെ പക്ഷം. രോഹിത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം, പക്ഷേ അലീനയുടെ നിർബന്ധ പ്രകാരം അലീന തനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്ന് കേൾക്കുമ്പോൾ രോഹിത്തും അലീന പറയുന്ന കാര്യങ്ങൾക്കൊക്കെ യെസ് മൂളുന്നുണ്ട്. ഇനിയിപ്പോ കോളേജിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് അലീനയും അതുപോലെ തന്നെ രോഹിയും കൂടി ചേർന്നിട്ടായിരിക്കും കേട്ടോ. അവിടെ ചെന്നിട്ട് അവിടുത്തെ അച്ഛനുമായി സംസാരിച്ചിട്ട് രോഹിത്തിന്റെ പക്ഷം എന്താണെന്നുള്ള കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയുകയും രോഹിത്തിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നൊക്കെ ഉണ്ടാകും. ഇനി എന്തായാലും താൻ അങ്ങനത്തെ ഒരു പ്രവൃത്തിയിലേക്ക് പോവില്ല എന്നുള്ളൊരു ഉറപ്പും അവർക്ക് നൽകുന്നുണ്ടാകും. അലീന ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് പിന്മാറില്ല, ലക്ഷ്യം കാണുന്നത് വരെ. അതിനെന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി മറ്റുള്ളവരെ പോലെ തന്നെ രോഹിയും കോളേജിലൊക്കെ പോയി തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അത് കഴിഞ്ഞ് ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ശിവേട്ടൻ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹരിയുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് അലീനയുമായിട്ട് ഒന്ന് സംസാരിക്കുക എന്നുള്ളൊരു രീതിക്കൊക്കെയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ വൈജിയാണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രിയില് ശിവേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ബാലചന്ദ്രനെ അറിയിക്കുന്നുണ്ട് കേട്ടോ ശിവേട്ടൻ. അത് കഴിഞ്ഞ് സംസാരങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് തുടങ്ങുമ്പോഴാണ് നമ്മുടെ ശരണ്യ അവിടെ വന്നിരുന്നു എന്നും അലീനയ്ക്ക് പനിയായതുകൊണ്ട് അവളെ വന്ന് കണ്ടിട്ട് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ വരവ്. അത് ഉറപ്പായിട്ടും കമല അറിഞ്ഞിട്ടുണ്ടാകും. കമലയായിരിക്കും ശിവേട്ടനെ ഈ ഒരു പേര് പറഞ്ഞിട്ട് അലീനയുടെ അടുത്ത് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക. പക്ഷേ ശിവേട്ടൻ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബാലേന്ദ്രൻ ഒരിക്കലും അതിന് ഒരു രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കും. ശിവേട്ടൻ അങ്ങനത്തെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും ബാലേന്ദ്രൻ അതിനൊക്കെ നോ തന്നെയാണ് കേട്ടോ പറയുന്നത്. ഈ വീട്ടിലുള്ള ആർക്കും ഹരിയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം തന്നെയാണ് അവസാനമായിട്ട് ശിവേട്ടന്റെ അടുത്ത് പറയുന്നത്.
അങ്ങനെ വേറെ നിവൃത്തിയൊന്നുമില്ലാതെ ശിവേട്ടനാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം അലീന ബാലേന്ദ്രന്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് അവരുടെ സംസാരത്തിനിടയിൽ തലേ ദിവസം രാത്രിയിൽ വൈജയന്തി തന്റെ റൂമിലേക്ക് വന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ 2 ആഴ്ച സമയമാണ് തനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്, 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ താൻ പൊക്കോളാം എന്നുള്ള കാര്യം തന്റെ അമ്മയോട് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ബാലേന്ദ്രന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ തന്റെ സമ്മതം ഇല്ലാതെ നീ പോവോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എനിക്ക് പോയല്ലേ അച്ഛാ പറ്റുള്ളൂ, ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. ഇവിടുന്ന് പഴയതുപോലെ തന്നെ മാഡം ഇറങ്ങി പോകുകയും ഇനി മറ്റു വേറെന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പോകാൻ വേണ്ടിയിട്ട് സമ്മതിച്ച എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ അലീന ബാലേന്ദ്രന്റെ അടുത്ത് പറയാണ് കേട്ടോ. ഇതൊന്നും കേട്ടിട്ടും ബാലേന്ദ്രൻ പറയുന്നത് നീ ഇവിടുന്ന് പോകുന്നതോട് കൂടിയിട്ട് ഈ കുടുംബം മൊത്തത്തിൽ തകർന്നു പോകും എന്നാണ്. ഈ കുടുംബം ഇപ്പോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ ഒരേ ഒരു കാരണം അലീന ഇവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. നീ ഇവിടുന്ന് ഇറങ്ങുന്ന ആ നിമിഷം ഇതെല്ലാം തകർന്നടിയും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട അലീനയാണെന്നുണ്ടെങ്കിൽ അച്ഛനൊരു കാര്യം ചെയ്തോളൂ, അമ്മയുടെ അടുത്ത് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോളൂ, അതോട് കൂടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം അവസാനിക്കുമല്ലോ എന്ന് നമ്മുടെ അലീന പറയുന്നുണ്ട് കേട്ടോ. എന്നാ ബാലേന്ദ്രൻ പറയുന്നത് അലീന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം തന്നെ നീ അവളുടെ മകളാണെന്നുള്ള സത്യം അവളെ ഞാൻ അറിയിക്കും എന്നാണ്. പക്ഷെ അറിയിക്കുന്നത് കൂടിയിട്ട് വൈജയന്തി ഏത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ള കാര്യം നിനക്ക് തന്നെ ആലോചിച്ചാൽ പോരെ. ഇത്രയും നാള് അവള് തല ഉയർത്തിക്കൊണ്ട് അവൾ നടന്ന അവളുടെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുക എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് ആത്മഹത്യ വരെ ചെയ്യുന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ട് ഞാന് ആ സത്യങ്ങളൊക്കെ അവളെ അറിയിക്കണമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അലീനയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലാവാണ്. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് തന്റെ അമ്മ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ അലീനയ്ക്കും വരുന്നുണ്ട്. അങ്ങനെ അലീനയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറയുന്നത്, അച്ഛാ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടുന്ന് പോകണോ ഇവിടെ നിൽക്കണോ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്നും അറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും അച്ഛൻ അമ്മയുടെ അടുത്ത് സത്യങ്ങളൊന്നും തുറന്നു പറയണ്ട, പറയുന്ന ആ നിമിഷം അമ്മ ഇല്ലാതാകുന്നുള്ള കാര്യം എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ അലീന.